കബളിമടൽ വെട്ടി കൂടെ ഇരിക്കുന്നവന്റെ ഉച്ചയിൽ തന്നെ അടിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം വൈറലായി മാറിയ ഒരു കാഴ്ച. ആദ്യം ആ കാഴ്ച നമുക്ക് കാണാം. ഇതാണ് ശരിക്കുള്ള മുസ്ലിം ലീഗുകാരും UDF-കാരും. അധികാര കൊതിയന്മാരാണ്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം എന്ന പേരിൽ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർത്തിട്ട് കബളിമടൽ വെട്ടി പരസ്പരം അടിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള വിഷം, വർഗീയത എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ദൃശ്യം കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. എന്തുകൊണ്ടെന്നല്ലേ, നമ്മുടെ നാട്ടിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നത് സത്യത്തിൽ മുസ്ലിം ലീഗാണ്. ഇല്ലെങ്കിൽ എന്നേ കോൺഗ്രസ് ആരോരുമില്ലാതെ ചിന്ന ഭിന്നമായി പോയേനെ. അപ്പോ ഇത്തരം മുസ്ലിം ലീഗുകാർ പിടിച്ചു നിർത്തുന്ന കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ എങ്ങോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണത്. ആ ദൃശ്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആരാണെന്നൊന്നും നോക്കുന്നില്ല, പ്രായമായവരാണെങ്കിൽ ശരി, പ്രായം കുറഞ്ഞവരെ എല്ലാരെയും കബളിമടൽ വെട്ടി അടിക്കുകയാണ്. തമ്മിലടി എന്ന് പറഞ്ഞാൽ കൂട്ടയടി. മുസ്ലിം ലീഗിന്റെ അകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു അവലോകന യോഗമാണ്, ഒരു തിരഞ്ഞെടുപ്പ് അവലോകന യോഗം. അതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പ്രത്യേകിച്ച് പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് VD സതീശൻ ഇത്തരത്തിൽ ഒരു സമ്മേളനം, ഒരു യാത്രയൊക്കെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടത്തുമ്പോൾ അതിന്റെ പ്രതിഫലനമായി ഉണ്ടാകുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് സതീശൻ പുതുയുഗ യാത്ര തുടങ്ങി ഐശ്വര്യം തൊടുത്തു വിട്ടിട്ടുണ്ട്. അതിന്റെ തൊട്ട് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരും മണികളും അവലോകന യോഗത്തിലും UDF പ്രവർത്തകരൊക്കെ തമ്മിൽ കൂട്ടയടി നടക്കുന്ന സാഹചര്യം. എന്തായാലും ശരി, ഇനി നിങ്ങൾ ചിന്തിക്കുക, UDF എന്ന് പറയുന്ന തമ്മിലടിച്ചും കാലുവാരിയും അധികാര കൊതിയന്മാരെ നടക്കുന്ന ഇവർക്ക് അധികാരം കൊടുക്കണമോ, അതോ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകാൻ തുനിഞ്ഞിറങ്ങിയ ഇടതുപക്ഷ സർക്കാരിന് അധികാരം കൊടുക്കണമോ എന്ന്. എന്തായാലും ശരി, മുസ്ലിം ലീഗിന്റെ ഈ കബളിമടൽ വെട്ടിയുള്ള അവലോകന യോഗം, കബളിമടൽ വെട്ടി കൈവച്ചിരിക്കുകയല്ല, കൂടെ നിൽക്കുന്നവന്റെ നെറുകന്തലയ്ക്ക് അടിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് അവലോകന യോഗം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു അവലോകന യോഗമായി മാറിയിട്ടുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലെ ഈ ദൃശ്യം കണ്ടുകൊണ്ടുള്ള ട്രോളുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന സാഹചര്യം എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റും.